ഹലോ. സോ ഞങ്ങൾ മൂന്നാർ പോവുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആൻഡ് വെക്കേഷൻ ഒക്കെ ആയിട്ട്. ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പിലെ ഫസ്റ്റ് സ്റ്റോപ്പാണ് മൂവാറ്റുപുഴയിലുള്ള ഇഡ്ഡലി ഷോപ്പ്. നമ്മൾ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നേക്കണത്. ഓൺ ദ വേ ടു മൂന്നാർ കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെടുത്ത് നിലത്തൊരു കടയിൽ കയറിയേക്കുക. നമ്മുടെ മൂന്നാർ ട്രിപ്പിലെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ചീയാപ്പാറ വാട്ടർഫാൾസ്. ഞങ്ങൾ ചിന്നക്കനാൽ പോണ റൂട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ നല്ല പാടവും മലയൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങളിവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വന്ന് കാണുന്ന ഫസ്റ്റ് വ്യൂ ആണിത്. ദിസ് വാസ് സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്തത് നമ്മൾ ചിന്നക്കനാൽ വാട്ടർഫാൾസിൽ എത്താനായിട്ടാണ്. ആൻഡ് വി ഹാവ് റീച്ച്ഡ് ഹിയർ ആൻഡ് ദിസ് ഇറ്റ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. ഒരു പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ലൈക്ക് മിസ്റ്റ് വന്ന് കവർ ചെയ്യുന്നുണ്ടായി. നമ്മളപ്പം നമ്മുടെ അത്യാവശ്യം ഫസ്റ്റ് ലൊക്കേഷൻ സെക്കൻഡ് ലൊക്കേഷനും ഒരു അടിപൊളി ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് അലിബാബയിൽ എത്തിയേക്കാണ് മൂന്നാർ ടൗണിൽ. നമ്മൾ ഓൺ ദ വേ ടു മറയൂരാണ്. നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ എടുത്തേക്കുന്ന റിസോർട്ട് മറയൂരായിരുന്നു. നമ്മൾ ഓൺ ദ വേ ആണ്. നമ്മൾ ചെറിയൊരു ചായ ബ്രേക്കിന് വേണ്ടിയിട്ട് ചായ ബസാർ എന്ന് പറഞ്ഞിട്ട് റിഫേഴ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മൾ അവിടെ കയറിയേക്കാണ്. ഓക്കെ, നമ്മൾ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇഷ്ടം മാതിരി ഇതേപോലത്തെ ചായ ബസാസിൻ്റെ ഔട്ട്ലെറ്റ്സ് കാണാം. അപ്പോൾ അവിടെ കയറുമ്പോൾ സ്നാക്സും ഉണ്ട്, ഡിഫറെൻറ്റ് ചായസും ട്രൈ ഔട്ട് ചെയ്ത് വെക്കാം. ഞങ്ങൾ ഫൈനലി ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ എത്തിയിട്ടുണ്ട്. മഡ് ഹൗസ് ബൈ സോൾ. അത് മറയൂരാണ്. നമുക്കിനി പ്രോപ്പർട്ടീസ് എല്ലാം ചെയ്യാം. ഇവർ ഈ പ്രോപ്പർട്ടി ഫുൾ ഭയങ്കര നാച്ചുറൽ രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബെഡ്റൂംസ് ആവട്ടെ, ഡൈനിങ് സ്പേസസ് ആവട്ടെ, ഈവൻ നമുക്ക് ഒരു ചെറിയ ഹട്ട് പോലെയാണ് നമ്മുടെ സ്റ്റേ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതൊക്കെ ഫുൾ നാച്ചുറൽ തിങ്സ്, അതായത് ഫുൾ നമ്മൾ ചെളി കൊണ്ട് തന്നെ പൊത്തി വെച്ചിട്ടൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത്. വളരെ ഒരു കോസി ഡിഫറെൻറ്റ് ഫീലായിരുന്നു. ഞങ്ങൾക്ക് ഡിന്നർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ തന്നെ നമുക്ക് വേണ്ടി ഡിന്നറും അറേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഒരു കേക്കും നമുക്ക് വേണ്ടി റെഡിയാക്കി തന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. ഡേ 2 ആണ് അറ്റ് മൂന്നാർ. അപ്പോൾ നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ പോവാണ്. നമുക്കവിടെ മോർണിംഗ് 8-ന് നമ്മൾ ടിക്കറ്റിൻ്റെ സ്ലോട്ട് എടുത്തിട്ടുണ്ട്. രാവിലെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം 6:30. നമുക്ക് ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട് ഇവിടെ നിന്ന് ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്ക്. അപ്പം എനിക്ക് മൂന്നാർ ട്രിപ്പിലെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവുകളാണ്. ഫുൾ ബ്യൂട്ടിഫുൾ സീനിക് വ്യൂ. ആൻഡ് എനിക്ക് ഈ മൂന്നാർ ടു മറയൂർ റൂട്ട് ഇസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. എനിക്ക് മറ്റേ ഓരോ ലൊക്കേഷനും കാണുമ്പോൾ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കണം, ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കണം, എല്ലായിടത്തും നിർത്തി ഫോട്ടോ എടുക്കണം, ആ ഒരു മൈൻഡായിരുന്നു എനിക്ക്. നമ്മൾ പോണ വഴിക്ക് രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ മഴയുണ്ടായി, അതിൻ്റെതായ കോടമഞ്ഞും ഉണ്ടായി. സോ ദി ഡ്രൈവ് വാസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. നമ്മളിപ്പം ഇരവിക്കുളം നാഷണൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ചെറിയ പൊടിമഴയുണ്ട്. അതാണ് ഈ ബുദ്ധിയൊക്കെ ഇട്ട് നിൽക്കുന്നത്. ഇനി അകത്ത് പോയി ചോദിക്കണം എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഉള്ളത്. നമ്മളിവിടെ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ VR ഒരു എക്സ്പീരിയൻസ്. ഒരു 10 minute ഷോ ആണ്. VR കയറി കണ്ട് ഇറങ്ങി കൊള്ളാം. കുറച്ച് നൈസായിട്ട് നമുക്ക് മൂന്നാറിൻ്റെ പല വ്യൂസും പല ഡിഫറെൻറ്റ് ഇവിടെ ഉള്ള നമ്മുടെ ഇരവിക്കുളം നാഷണൽ പാർക്കിലും ഉള്ള കുറച്ച് അനിമൽസ്, അതായത്
കടുവ, ആന, ആട്, പിന്നെയൊക്കെ കുറച്ച് വിഷ്വൽസും. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മറ്റേ ആ പ്രകൃതി ഭംഗി കാണിച്ചൊക്കെ വളരെ ഇഷ്ടമായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പം ഇവിടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ദോശ കഴിക്കാം. നമുക്ക് ഇവിടെ നിന്ന് താഴേന്ന് അവരൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബസ് എടുത്ത് ചെറിയൊരു ഡ്രൈവ് പോയിട്ട് ഒരു ചെറിയൊരു ഹിൽ ടോപ്പിൻ്റെ സൈഡിൽ കൊണ്ടുപോയി നമ്മൾ ഇറക്കിയിടും. അപ്പം അവിടെ നിന്ന് നമുക്ക് കുറച്ച് നടന്ന് കയറി പോയിട്ടാണ് അവിടെയാണ് അങ്ങനെയാണ് നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നടക്കുമ്പോൾ തന്നെ നല്ല മഴയും കോടമഞ്ഞും ആയതുകൊണ്ട് ഒന്നും പറയാനില്ല, ഭയങ്കര നല്ല രസമായിരുന്നു. ചില സമയത്ത് നല്ല ചെറിയ പൊടിമഴയായിരുന്നു, നല്ല പോലെ മൂടി നിൽക്കുന്നുണ്ടായി. അപ്പം ഇതിലൂടെ നടക്കാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ മറ്റേ ഫുൾ എൻജോയ് ചെയ്ത് നടന്നു. ഞങ്ങളങ്ങനെ ചെറിയൊരു ട്രക്കൊക്കെ നടന്ന് തിരിച്ചെത്തി. ശരി, നമ്മളെ പറ്റിച്ചു ഗൈസ്. വരാടിനെ ഒന്നും കണ്ടില്ല. ഒരു വണ്ടിനെ പോലും ഞങ്ങൾ കണ്ടില്ല. നല്ല മഴ ആയതുകൊണ്ട് വരയാടൊക്കെ ഉറപ്പാണ് ഗൈസ്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. മഞ്ഞൊക്കെ ആയിട്ട് ഫുൾ മഞ്ഞ് മൂടി ചെറിയ മഴയൊക്കെ ആയിട്ട് നടന്നു പോയിട്ട് നല്ല രസമായിരുന്നു. വരണം, എല്ലാവരും ചുമ്മാ ഒന്നിങ്ങനെ നടന്നു പോണം. നമ്മള് ഓൺ ദി വേ വണ്ടി റിവേഴ്സ് ഓപ്പോസിറ്റ് വണ്ടി പോകുമ്പോൾ നമ്മൾ റിവേഴ്സ് പോവാണ്. അപ്പൊ നമ്മൾ ഇനി താഴെ ചെന്ന് വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോയി ഒരു ഓംലെറ്റ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാട്ടുപെട്ടിടാൻ പോകും. ഞങ്ങൾ പറഞ്ഞു തിരിച്ചെടുത്തു. ഫൈനലി ഒരു വരയാടിനെ ഞങ്ങൾ കണ്ടു. സോറി, വരയാടും കൂടെ നോക്കുന്നില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ എരവിക്കുളം നാഷണൽ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ലൊക്കേഷൻ പോകുമായിരുന്നു. അപ്പോൾ നമ്മളൊരു കടയിൽ നിർത്തി അവിടെ നിന്ന് കുറച്ച് ഫ്രഷ് ക്യാരറ്റ്സും ഒരു ഓംലെറ്റും കുടിക്കാനായിട്ട് ഒരു ബൂസ്റ്റും ഒരു ഹോർലിക്സ് ഒക്കെ മേടിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ പോയി. സോ വി ആർ ഫൈനലി അറ്റ് മാട്ടുപെട്ടി ഡാം. അപ്പോൾ മാട്ടുപെട്ടി ഡാം അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലായിട്ട് കുറച്ച് സ്റ്റോൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി എന്നിട്ട് നമ്മളിവിടെ ഒരു സ്പൈറൽ പൊട്ടാറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നും എക്കോ പോയിന്റിലെത്തി. അവിടെ വന്നപ്പോൾ തന്നെ ഒരു കോൺ പുഴുങ്ങിയതും കോൺ ഫ്രൈഡും മേടിച്ച് തന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ എന്നെ അട്ട കടിച്ചു. അപ്പോൾ അട്ട എന്നെ സൂക്ഷിക്കണം. എന്നിട്ട് ഞങ്ങൾ പിന്നെയും അട്ട ഉള്ള സ്ഥലത്തേക്ക് നടക്കുകയാണ്. നല്ല എരിവുള്ള കോർണായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലെത്തി, ടോപ്പ് സ്റ്റേഷൻ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് വരെ പോകുന്നതിന് 30, അവിടെ നിന്നും കുറച്ച് താഴത്തിട്ട് പോകണമെങ്കിൽ എക്സ്ട്രാ ഒരു 30 റുപ്പീസ് വേണം കൊടുക്കാൻ. ഇവരിവിടെ നല്ലപോലെ ഡെവലപ്പ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചാർജസ് ഒക്കെ വരുന്നത്. അങ്ങനെ ഈ മേളിൽ കാണുന്ന സ്റ്റെപ്സ് മൊത്തം ഇറങ്ങി ടോപ്പ് സ്റ്റേഷൻ്റെ എൻഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. നിങ്ങൾക്കൊക്കെ ഈസി ആയിരിക്കും. ഞാനിത് എങ്ങനെ തിരിച്ചു കയറും എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇവിടെ നിറയെ കോടയും മഞ്ഞും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ വിൻമിൽസ് ഉണ്ടെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ഇവിടെ കാണാൻ പറ്റില്ല, മൊത്തം മൂടി നിൽക്കുകയാണ്. ഞാനിത് എങ്ങനെയൊക്കെയോ വലിഞ്ഞ് കയറി മുകളിൽ തിരിച്ചെത്തി. അപ്പം ഭയങ്കര ടയേർഡായിട്ട് കയറി വന്നുകൊണ്ട് ഓരോ ലൈം സോഡയും മേടിച്ച് കുടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആ ചേട്ടൻ്റെ അവിടെ നിന്ന് കുറച്ച് ചായപ്പൊടിയൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി.
മൂന്നാർ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, മാഗി കഴിക്കുക. നമുക്ക് മാഗി കഴിക്കാൻ പോകണം. ലഞ്ചൊന്നും കഴിച്ചില്ല. അപ്പം ഞങ്ങൾ ഓൺ ദ റൂട്ട് ഒരു മാഗി കഴിക്കാൻ വേണ്ടി നിർത്തി. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഇൻ മൂന്നാർ. അതുകൊണ്ട് തന്നെ ഈ മാഗി കഴിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നതാണെങ്കിലും ഇതെല്ലാം എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇതെല്ലാം എനിക്കൊരു ഫസ്റ്റ് കോർ മെമ്മറിയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ മാഗിയൊക്കെ കഴിച്ച് ഒരു അടിപൊളി വ്യൂ ഉള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലായിരുന്നതുകൊണ്ട് അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ മഡ് ഹൗസിൽ നമ്മുടെ സ്റ്റേ ഇന്നത്തോടെ അവസാനിച്ചു. ഞങ്ങൾ ഇനി നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവാണ്. അപ്പോൾ ഇവരോട് നമുക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുമായിരിക്കും. അപ്പം മഡ് ഹൗസ് ബൈ. ഞങ്ങളിപ്പോൾ മൂന്നാർ ടൗണിൻ്റെ അടുത്തുള്ള ഒരു ടീ മ്യൂസിയം ഉണ്ട്. കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ ടീ മ്യൂസിയം. അപ്പോൾ അവിടെ വന്നേക്കാണ്ട് ഞങ്ങളുടെ ഐറ്റിനറിയിൽ പാർട്ടല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഓൺ ദ വേ ആയതുകൊണ്ട് കയറിയേക്കാൻ വിചാരിച്ചു. ഇതിനകത്ത് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫി ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് അകത്തത്തെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ബട്ട് ലെറ്റ്സ് സീ, പോയി നോക്കാം. അകത്ത് കയറി കണ്ടു. അകത്ത് കുറച്ച് ഹിസ്റ്റോറിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്ലസ് എങ്ങനെയാണ് ഇവർ ടീയുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ ഇവരുടെ തന്നെ ഒരു ടീയുടെ ഒരു ഷോപ്പുണ്ട്. വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീ വെറൈറ്റീസ് ഇൻ ഓഫർ. ഞങ്ങളും ഒരു ബഞ്ച് മേടിച്ചു. ആൻഡ് ഇവിടെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ടീ കുടിക്കാനും നമുക്ക് വെറൈറ്റി ഓഫ് ടീസ് ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റോളും കൂടി ഉണ്ട്. അവിടെ നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങി ബാക്ക് ടു ലൈക്ക് വി ആർ സീയിങ് ബൈ ബൈ ടു മൂന്നാർ. നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ശരി, ബൈ. എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കോട്ടപ്പാറയിൽ പോയതിൽ എല്ലാവരും ലൊക്കേഷൻസ് ചോദിക്കുന്നുണ്ടായി. ആൻഡ് അതിലവർ പറയുന്നുണ്ടായി ഈ കോട്ടപ്പാറ വേറൊരു ലൊക്കേഷനായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ പോയ സ്ഥലം വാസ് വണ്ണാപ്പുറം മൂവാറ്റുപുഴ സൈഡ്, ആ ഭാഗത്തായിരുന്നു. ഇതിപ്പോൾ മൂന്നാറുള്ള കോട്ടപ്പാറയിലാണ് വന്നേക്കുന്നത്. ഇവിടെ ആക്ച്വലി രാവിലെയാണ് വരേണ്ടത്. ഞങ്ങളിപ്പോൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം 2 മണിയായി. നല്ല വെയിലുമുണ്ട്. കറക്റ്റ് 2 മണിക്ക് നല്ല വെയിലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ലൊക്കേഷനൊക്കെ കാണിച്ചാൽ മേ ബി വെളുപ്പിന് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ മൂന്നാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഓൺ ദ റൂട്ട് ഒരു കട കണ്ട് അവിടെ കയറി ലഞ്ചൊക്കെ കഴിച്ചു. നല്ല ഡീസൻറ്റ് കടയായിരുന്നു കേട്ടോ. ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോണ വഴിക്ക് ഭയങ്കര നല്ല ഡ്രൈവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൈഡിൽ കൂടെ ഒരു എന്താ പറയുക വാട്ടർ ബോഡി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി ചുമ്മാ ഒന്ന് താഴെ നനയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഇത്രയും നേരം നമ്മൾ എവിടെയാണ് പോണേ എന്ന് പറഞ്ഞില്ല. ഞങ്ങളിപ്പോൾ മാമലക്കണ്ടത്തുള്ള മരം റിസോർട്ടിലാണ്. നാളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് ഡേ ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതും കൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഈ പ്രോപ്പർട്ടിയുടെ മാത്രം വീഡിയോസായിട്ട് ഞാൻ വേറൊരു യൂട്യൂബ് വീഡിയോ ഇടാം. അപ്പം അതിൽ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഫുൾ വ്യൂസ് ഞാൻ കാണിച്ചു തരാവേ. ഞങ്ങൾ മരം റിസോർട്ട് എത്തിയപ്പോൾ തന്നെ ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവിടെ നിന്ന് ചായയും സ്നാക്സും ഉണ്ടായി. അപ്പോൾ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചു, സ്നാക്സൊക്കെ കഴിച്ച് ഈ ബ്യൂട്ടിഫുൾ വ്യൂ എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. ഈ ഒരു വൈകുന്നേരങ്ങളിൽ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊരു ഡെമോ പോലെയുണ്ട്. നമ്മൾ ആദിവാസികൾ മുലയിൽ ഫുഡ് ഉണ്ടാക്കുന്ന രീതി. ഇതിന് ഇവർ കമ്പം കാച്ചിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ തന്നെ ഇവിടെ ഒരു ചേട്ടനെ വെച്ചിട്ടുണ്ട്. ആ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കി തരും. ഒരു എൻ്റർടൈനിങ് സെഷനാണ്. ഇത് ഉണ്ടാക്കി നമുക്ക് ടേസ്റ്റ് ചെയ്യാനും തരും. ഇതെങ്ങനെയാണ് ഇവർ മീറ്റ് കുക്ക് ചെയ്യുന്നതെന്നായിരുന്നു ഡെമോൺസ്ട്രേഷൻ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ.
അപ്പം ഇവർ നമുക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡിന്നർ ഡേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായി. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ബാത്ത് ടബിലൊക്കെ അറേഞ്ച് ചെയ്തു. പ്ലസ് നമുക്കൊരു കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. കേക്കൊക്കെ കഴിക്കുകയും കട്ട് ചെയ്ത് കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു. രാവിലെ ഇവർ ഇവിടെ നിന്ന് ട്രെക്കൊക്കെ ഉണ്ട് ഒരു വാട്ടർഫാൾസിലോട്ട്. നമ്മളതിന് പോയില്ല, കാരണം നമ്മൾ ഇത്രയും ദിവസം അങ്ങടക്കും ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബാത്ത് ടബിൽ കിടന്ന് എൻജോയ് ചെയ്യാൻ ടൈം കിട്ടിയില്ലാണ്ട് ഞങ്ങൾ രാവിലെ ആദ്യം ചെയ്തത് ബാത്ത് ടബിൽ പോയായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നുകൊണ്ട് നമുക്കൊരു വലിയൊരു ഏരിയ ഉണ്ട്, ഒരു നല്ലൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഡൈനിങ് സ്പേസ്. അപ്പം നമ്മൾ ചില ഫുഡൊക്കെ അവിടെ നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ ഓർഡർ എടുത്ത് നമുക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ പതുക്കെ പോയി റെഡിയായി. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ 3-4 ഡേയ്സ് വെക്കേഷൻ കഴിഞ്ഞു. മരത്തിലെയും ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ചെക്കൗട്ടും റെഡിയായി. അപ്പോൾ ദിസ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. ഇനി ഒരു സ്റ്റോപ്പും കൂടി ഉണ്ട്, നമ്മുടെ മാമലക്കണ്ടത്തെ ആ സ്കൂളിൻ്റെ അവിടെ. ഇനി അവിടെയും കൂടി പോയി ഒരു ഫോട്ടോ കൂടി എടുത്ത് ഞങ്ങൾ സ്ട്രേറ്റ് ബാക്ക് ഹോം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുട്ടി ട്രിപ്പിൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. So subscribe to my YouTube channel and have a happy day. Bye bye.